നമസ്കാരം. ഞാൻ ഗിരിജാക്കുട്ടൻ, ഹിന്ദു തിരുവാതിര സംഘത്തിലെ ഒരംഗമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം മലമേലില്ലത്തെ ശാരദയിടത്തിയാണ്. നമുക്ക് ഏടത്തി തിരുവാതിര ആഘോഷങ്ങളെക്കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കാം. കോട്ടയം ജില്ലയിൽ കിടങ്ങൂര് പഞ്ചായത്തിലാണ് ഞങ്ങൾ. ഇവിടെ തിരുവാതിര എങ്ങനെ ആഘോഷിക്കുന്നു എന്ന് ഒന്ന് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സമ്മറി അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കാരണം എല്ലാം കുറച്ച് കൂടുതൽ ചടങ്ങുകളുണ്ട്, കാണാതെ പറയണമെങ്കിൽ ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ചടങ്ങുകൾ, തിരുവാതിരയുടെ ചടങ്ങുകൾ ആദ്യം പറയാം. ധനുമാസത്തിലെ തിരുവാതിര ശ്രീ പരമേശ്വരൻ്റെ പിറന്നാൾ ദിനമാണ്. ശ്രീ പാർവതിയും കൂട്ടുകാരുമൊത്ത് ആഘോഷം നടത്തിയതിനെ അനുകരിച്ച് ഇന്നത്തെ തിരുവാതിര ആഘോഷം നിലവിൽ വന്നു എന്നാണ് വിശ്വാസം. സുമംഗലികളായ സ്ത്രീകൾ ഭർത്താവിൻ്റെയും സന്താനങ്ങളുടെയും സൗഖ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടിയും കന്യകമാർ അനുയോജ്യരായ വരന്മാരെ ലഭിക്കുന്നതിനു വേണ്ടിയും ആണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കുളി, തിരുവാതിര കുളി. തിരുവാതിര വ്രതം ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ്. 12 ദിവസം മുമ്പ് മുതലോ 7 ദിവസം മുമ്പ് മുതലോ ഏകാദശി മുതലോ അശ്വതി മുതലോ പ്രഭാതത്തിലെ കുളി ആരംഭിക്കും. സ്ത്രീകൾ അഷ്ടമംഗല്യവും തൂക്കുവിളക്കുമെടുത്ത് കുരവയിട്ട് പാട്ടുപാടി അടുത്തുള്ള നദിയിലോ കുളത്തിലോ തുടിച്ചു കുളി നടത്തുന്നു. അപ്പോൾ പാടുന്ന പാട്ട് ഞങ്ങൾ കടവിൽ ചെല്ലുമ്പോൾ, കടവിൽ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കൂടി നിന്നുകൊണ്ട് കുരവയിട്ടിട്ട് തിരുവാതിരയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് ആദ്യം പാടും. ധനുമാസത്തിൽ തിരുവാതിര ഭഗവന്തൻ്റെ തിരുനാളാണ്. പാർവതിക്കു തിരുനൊയമ്പ് ഉണ്ണരുത് ഉറങ്ങരുത്. ആടണം പോൽ പാടണം പോൽ കുളിക്കണം പോൽ തുടിക്കണം പോൽ. ആ പാട്ട് പാടിയതിന് ശേഷം എല്ലാവരും കൂടി വെള്ളത്തിലിറങ്ങി ആദ്യം പാടുന്ന പാട്ട് വെള്ളം കൈ കോരിയെടുത്തിട്ട് അപ്പുറത്തേക്കും മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് പാടുന്ന പാട്ട്. ഒന്നാകും പാൽക്കടലിൽ ഒന്നല്ലുള്ളൂ പള്ളിശങ്ക്, പള്ളിശങ്കിൻ നാദം കേട്ടിട്ടുണരുണരു ഗംഗാദേവി. അങ്ങനെ 7 തവണ, 7 സമുദ്രം 7 തവണയാണ് പാടുന്നത്. പിന്നെ പാടുന്ന പാട്ട് വൃശ്ചിക മാസം തന്നെ ഇതൊരു നാൾ ഗോപികമാരവരെല്ലാരും മണ്ണു കൊണ്ടൊരു ബിംബം തീർത്തു ദേവിയെ വാഴ്ത്തി സ്തുതി ചെയ്തു. ആ പദ്യം ഞാൻ അന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പാട്ടുണ്ട്, നോക്കി അത് നിങ്ങൾ എഴുതിയെടുക്കുകയോ പഠിക്കുകയോ പാടി കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. അത് കുളിയാണ്. പിന്നെ മകേരം വരെ അങ്ങനെ പോയിട്ട് മകേരത്തിൻ്റെ അന്നാണ് എട്ടങ്ങാടി. അന്ന് രാവിലെ കുളി കഴിഞ്ഞാൽ കോടി അലക്കിയ വസ്ത്രം ധരിക്കുക, ദശപുഷ്പം ചൂടുക, കണ്ണെഴുതി കുറിയിടുക, ക്ഷേത്ര ദർശനം നടത്തുക, പകൽ സമയത്ത് ഊഞ്ഞാലാട്ടം, മൈലാഞ്ചി അണിയൽ ഇവയൊക്കെ വേണം. എട്ടങ്ങാടി കഷണങ്ങൾ ഉമിത്തിയിൽ ചുടണം. കുരവയും പാട്ടും വേണം. സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞ് ഒരുങ്ങി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് എട്ടങ്ങാടി കഴിക്കണം. അതിനു മുമ്പായി ദിക്ക് ഒഴിയുക എന്നൊരു ചടങ്ങുണ്ട്. ചകിരിയും ചിരട്ടയും ചെറുതായിട്ട് കീറി എടുത്ത് വെച്ചിട്ട് നമശിവായ ജപിച്ച് നമ്മൾ എല്ലാവരും കൂടെ, സ്ത്രീകൾ എല്ലാവരും കൂടെ കയ്യിൽ പിടിച്ചിട്ട് മുകളിലേക്കും 4 വശത്തേക്കും അത് ഇങ്ങനെ എറിയുക. അതാണ് അതിൻ്റെ ചടങ്ങ്. ദേശഭേദമുണ്ട്, ഇവിടുത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നീട് 3 കൂട്ടി മുറ്റത്തിറങ്ങുക. ഗണപതി, സരസ്വതി, സ്വയംവരം, ദേശത്തിലെ ദേവൻ എന്നിവരെ സ്തുതിച്ച് പാട്ടുപാടുക. രാത്രി 12 മണി വരെയാണ് കളി. എട്ടങ്ങാടി കഴിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം കഴിക്കാൻ. നമശിവായ ജപിച്ച് കഴിക്കുക. എട്ടങ്ങാടി എല്ലാ സ്ത്രീകളുടെയും കയ്യിൽ കൊടുത്തിട്ട് ഒരു സമയത്ത് അത് ഒന്നിച്ച് വേണം നമ്മൾ അത് കഴിക്കാൻ. അത് ചെറിയ കുട്ടികൾക്ക് വരെ മുതൽ ചോറൂണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ ചോറൂണ് കഴിഞ്ഞ് പെൺകുട്ടികൾക്ക് മുതൽ അങ്ങനെ എല്ലാവർക്കും എട്ടങ്ങാടി കൊടുക്കണം. പാതിരാപ്പൂവും അത് രണ്ടും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. രാത്രി 12 മണി വരെ തിരുവാതിര കളി നടത്തണം. പിന്നെ തിരുവാതിര നോയമ്പ് അല്ലെങ്കിൽ തിരുവാതിര പിറന്നാളിൻ്റെ അന്നത്തെ ചടങ്ങുകളാണ് പറയുന്നത്. പ്രഭാത സ്നാനം, കോടി അലക്കിയത്,
ദശപുഷ്പം, മഞ്ഞൾക്കുറി, കണ്ണെഴുത്ത്, ക്ഷേത്ര ദർശനം ഇവയാണ് രാവിലെ ചെയ്യേണ്ടത്. ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ വേണം. അരിയാഹാരം പാടില്ല, സദ്യവട്ടങ്ങളെല്ലാം വേണം. കൂവ കുറുക്കി പായസം ഉണ്ടാക്കി അത് അത്യാവശ്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുകയും കഴിക്കുകയും വേണം. പിന്നെ ഊഞ്ഞാലാട്ടം നടത്തുക, കുട്ടികളും സ്ത്രീകളും. പിന്നെ വൈകുന്നേരം നിലവിളക്കും ഗണപതിക്കും വെച്ച് കളി തുടങ്ങും. രാത്രി 12 മണി വരെ ദേവസ്തുതികളാണ് പാടുന്നത്. എല്ലാ ദേവീദേവന്മാരുടെ അത് കൃത്യമായിട്ട് ഗണപതി, സരസ്വതി, സ്വയംവരം, പിന്നെ കൃഷ്ണൻ, പിന്നെ അടുത്തുള്ള അമ്പലങ്ങളിലെ ദേവൻ, പിന്നെ എല്ലാ ദേവീദേവന്മാരെ കുറിച്ച് നമുക്കറിയാവുന്ന കീർത്തനങ്ങൾ, അല്ലെങ്കിൽ തിരുവാതിര പാട്ടുകൾ പാടുക. രാത്രി 12 മണി വരെ ദേവസ്തുതികൾ മാത്രമേ പാടാറുള്ളൂ. പിന്നീടാണ് പാതിരാപ്പൂ ചൂടൽ. ആ പാതിരാപ്പൂ ചൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ തമാശപ്പാട്ടുകളും വിഡ്ഢിപ്പാട്ടുകളും ഒക്കെ ചൊല്ലി രസിക്കാനുള്ള പാട്ടുകളൊക്കെ പാടുള്ളൂ. 12 മണിക്കാണ് പൂ ചൂടൽ. ദൂരെ വെച്ചിരിക്കുന്ന പൂവെടുക്കാൻ ഒരു പാലച്ചുവട്ടിലാണ് പൂ കൊടുത്ത് വെക്കേണ്ടത്. ദശപുഷ്പം ആരും കാണാതെ വേണം വെക്കാൻ. അത് എടുക്കാനായിട്ട് പോകുമ്പം എല്ലാവരും കൂടി ആർപ്പും കുരവയും ഒക്കെ ലൈനായിട്ട് നിന്ന് പലതരം പാട്ടുകളൊക്കെ പാടി കൈയൊക്കെ പൊട്ടി വേണം പോകാൻ. അത്ര ഘോഷത്തോടു കൂടിയാണ് പോകുന്നത് പൂ എടുക്കാൻ. അപ്പം ആ തൃശ്ശൂർ, വേലൂർ, മധുരകഥ പുസ്തകത്തിൽ എല്ലാ പാട്ടുകളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൂ എടുക്കാൻ പലതരം പാട്ടുകൾ പാടി പോകും. പാട്ട് പാടി അവിടെ ചെന്ന് പൂവിന് നീര് കൊടുക്കാനായിട്ട് ഒരു കുട്ടിയെ ചുമതലപ്പെടുത്തും. ആ കുട്ടിയെ കൊണ്ട് പാലയ്ക്ക് നീര് കൊടുപ്പിക്കും. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ വഞ്ചിപ്പാട്ട് പാടി എല്ലാവരും ആർത്ത് വിളിച്ച് കുരവയൊക്കെ ഇട്ട് വന്ന് വട്ടത്തിലിരുന്ന് ദശപുഷ്പ മാഹാത്മ്യം പാടിക്കൊണ്ട് ദശപുഷ്പം ചൂടും. അതിനെ പാതിരാപ്പൂ എന്ന് പറയുന്ന 2 പൂക്കളാണുള്ളത്. അത് കിട്ടാൻ വളരെ വിഷമമുള്ള 2. അടയ്ക്കാമണിയും ചുവന്ന കൊടുവേലി, അത് 2ആണ് പാതിരാപ്പൂ. അതിൻ്റെ കൂട്ടത്തിൽ ദശപുഷ്പം വയ്ക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ കമുകിൻ്റെ പൂക്കുല ചെറുതായിട്ട് ഇങ്ങനെ അടർത്തിയിട്ട് അത് ഒരു പൊലിമയ്ക്ക് വേണ്ടിയിട്ടും ഭംഗിക്ക് വേണ്ടിയിട്ടുമൊക്കെ അത് ചെയ്യാറുണ്ട്. അതും കൂടെ കൂട്ടി എല്ലാവർക്കും ചൂടത്തക്ക രീതിയിൽ എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാം കൈ കൊടുത്തതിന് ശേഷം അത് നമശിവായ പാടി മംഗല്യ സൂത്രത്തിൽ കൈപിടിച്ച് പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം പൂ ചൂടാൻ. അങ്ങനെയാണ് ആ ചടങ്ങ്. അങ്ങനെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാടുന്നത് തിരുവാതിരയുടെ മാഹാത്മ്യമാണ്, മംഗലാതിര. അത് ആണ്ടിൽ ഒരു ദിവസമേ പാടുകയുള്ളൂ. തിരുവാതിരയുടെ ദിവസം പാതിരായ്ക്ക് ഒറ്റ ദിവസം, ആണ്ടിൽ ഒരു ദിവസമേ ആ പാട്ട് പാടാറുള്ളൂ. അത് മംഗലാതിര, നെൽപ്പുരാണം എന്ന് തുടങ്ങുന്ന പാട്ട്. അതെല്ലാം പാടിയതിന് ശേഷം പിന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടുക, കളിക്കുക. പിന്നെ ആർപ്പും കുരവയും ഒക്കെ ഇടുക. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടി, തമാശ പാട്ടുകളൊക്കെ പാടി, ചില കളികളൊക്കെ നടത്തുക ഒക്കെ ചെയ്യാവുന്ന സമയമാണ്. പിന്നെ ഉറപ്പുളപ്പാണല്ലോ. അപ്പോൾ നേരം വിളിക്കുന്നതിന് വരെ ഉറപ്പുളച്ച് പാടി പിന്നെ നേരെ അവിടെ നിന്ന് തന്നെ നമ്മൾ മംഗളം പാടി കുളിക്കാനായിട്ട് പോവുകയാണ്. ആ കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം കഴിഞ്ഞാൽ തിരുവാതിരയുടെ ചടങ്ങും പിന്നത്തെ വർഷമേ ഉള്ളൂ. പിന്നെ എല്ലാം തീർന്നു. പിന്നെ അതിനകത്ത് അഷ്ടമംഗല്യം, ദശപുഷ്പം, എട്ടങ്ങാടി ഇവയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അഷ്ടമംഗല്യം നമ്മൾ പറയുമ്പം കുരവം, ദർപ്പണം, ദീപം, കലശം, വസ്ത്രം, അക്ഷതം, അങ്കന, ഹേമ സംയുക്തം, അഷ്ടമംഗല്യ ലക്ഷണം എന്നാണ് ലക്ഷണം. പക്ഷേ നമ്മൾ അഷ്ടമംഗല്യം വെക്കുമ്പോൾ, തിരുവാതിരയ്ക്കൊക്കെ വെക്കുമ്പോൾ അതിൽ കൂടുതൽ സാധനങ്ങൾ വേണം. മംഗല്യത്തിന് വേണ്ട വസ്തുക്കളുടെ ചില സാധനങ്ങൾ കൂടെ ആ കൂട്ടത്തിൽ കൂട്ടും. അഷ്ടമംഗല്യത്തില് മണ്ണൂർപ്പാനി, മഷിക്കുടുക്ക, നിറമേറിയിടുന്ന കണ്ണാടിയും, ചെപ്പും പുസ്തകവും, അലക്കു കുടവ, ദീപം, നിറപ്രസ്ഥവും, പുഷ്പം 10 കിണ്ടി നീർപ്പലകമേൽ, ഭസ്മം പ്രഭാതോദയെ വെച്ചാൽ മംഗളദേവത ഭഗവതിക്ക് ആസ്ഥാനമാം. അങ്ങനെ അഷ്ടമംഗല്യം എടുക്കുമ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അതും ആ പുസ്തകത്തിനെടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എട്ടങ്ങാടിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. എട്ടങ്ങാടിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നതിനകത്ത് അതിന് ചെറുതായിട്ടൊരു ശ്ലോകമുണ്ട്. തിരുവാതിര നൊയമ്പിന് എട്ടങ്ങാടി പ്രധാനമാം, മകേരം നാളിലാണല്ലോ നോമ്പിന്നാരംഭമാവുക. കാച്ചിലും കൂർക്കയും ചേമ്പും ചേന ഏത്തക്കയും തഥാ പയർ കിഴങ്ങു തേങ്ങായും എട്ടങ്ങാടി അതായിടും. കിഴങ്ങു വർഗം ചുട്ടുവേണം എട്ടങ്ങാടി ഒരുക്കുവാൻ, പയർ വറുത്തു ചേർത്തിടാം കരിമ്പും സ്വല്പമായിടാം. ഗുളം കൽക്കണ്ടവും തേനും ഘൃതവും മുന്തിരിങ്ങയും സ്വാദിന്നു ചേർത്തു ചെയ്തിടും നിവേദ്യം ഏറ്റവും ഉത്തമം. ഈ ശ്ലോകത്തിൽ
തിരുവാതിര ആ പുസ്തകത്തിനകത്ത് ആതിരാപ്പൂനിലാവ് എന്നുള്ള പുസ്തകത്തിനകത്ത് അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് ഈ സാധനങ്ങളെല്ലാം കൂട്ടിയാണ് എട്ടങ്ങാടി. പിന്നെ അഷ്ടമംഗല്യം നമ്മൾ പറഞ്ഞല്ലോ, അത് ദശപുഷ്പങ്ങൾ, എട്ടങ്ങാടി, അഷ്ടമംഗല്യം, ഈ മൂന്നിനെ കുറിച്ചുള്ള ശ്ലോകങ്ങളാണ് ഉള്ളത്. അതിൽ എട്ടങ്ങാടിയെ കുറിച്ചുള്ളത് നമ്മളിപ്പോൾ ചൊല്ലിക്കഴിഞ്ഞു. ദശപുഷ്പങ്ങളില് കൃഷ്ണക്രാന്തിയും ഉയർച്ചെവി കറുകയും കയ്യും നിമുക്കൂറ്റിയും കല്ലൂർ വഞ്ചി നിലപ്പന പുതിയതാം മൂവൻ കുറുന്തൽ തഥാ ചൊല്ലേറുന്നൊരുഴിഞ്ഞ താളി ഇവ ചേർന്നുല്ലാസമായി വാർപുടി തുമ്പിൽ ചൂടുവതാണ് പുഷ്പദശകം ശ്രീവർദ്ധകം മേൽക്കുമേൽ. ഇവിടെ കല്ലൂർ വഞ്ചി എന്ന് ഉദ്ദേശിക്കുന്നത് ബലിപുഷ്പം ആണ്. അതായത് ബലിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പുഷ്പത്തിനാണ് പറയുന്നത് കല്ലൂർ വഞ്ചി. അതിനകത്ത് അർത്ഥം കൊടുത്തിട്ടുണ്ട്. കല്ലൂർ വഞ്ചി എന്ന് പറഞ്ഞാൽ ചെറുപുള അത് ആ ചെടി തന്നെയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പാർവതീദേവിയെയും പരമശിവനെയും എല്ലാവരെയും പ്രാർത്ഥിച്ച് കുളിച്ച് പിന്നെ ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് നോയമ്പൊക്കെ അവസാനിപ്പിക്കാം. എല്ലാവരും ഇടയ്ക്ക് വിശേഷ ദിവസങ്ങളിലും നമ്മൾ തിരുവാതിര കളിക്കുകയും, വിശേഷ ദിവസങ്ങളിൽ കുട്ടിയുടെ ചോറൂണ്, അല്ലെങ്കിൽ ഒരു ഉപനയനം, അല്ലെങ്കിൽ ഒരു പ്രവാസ്തോലി, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ കുടിവെപ്പിന് എന്തായാലും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ആ സമയത്ത് നമ്മൾ ഗണപതിയെ, സരസ്വതിയെയും, ഗുരുവിനെയും ദേവിയെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് പാട്ടുപാടി കളിക്കുന്നത് നല്ലതാണ്, ഐശ്വര്യമാണ്. അത് പഴയ കാലത്ത് ഉണ്ടായിരുന്നു, പിന്നെ ഇടക്കാലം കൊണ്ടത് ഒന്ന് നിന്നുപോയായിരുന്നു. ഇപ്പം വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ ഗൃഹങ്ങളിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം അത് പുനരുദ്ധരിച്ച് നമുക്ക് എല്ലാവർക്കും ഈ കലയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ, ഐശ്വര്യപ്രദമായ രീതിയിലും കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായം വേണം, എല്ലാവരുടെയും സഹകരണം വേണം. നമുക്ക് ആ പുസ്തകം വാങ്ങിച്ച്, ആതിരപ്പൂനിലാവ് എന്നുള്ള പുസ്തകം വാങ്ങിക്കാൻ കുന്നംകുളത്ത് പ്രസ്സിൽ കിട്ടും. ആ പ്രസ്സിൽ നിന്ന് വാങ്ങിച്ചിട്ട് പറ്റുന്നിടത്തോളം പേര് അതൊക്കെ പഠിച്ച് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. ഇത്രയുമാണ് ഇപ്പം ഞാൻ പറയുന്നത്. തെറ്റുകൾ വല്ലതുണ്ടെങ്കിലും ക്ഷമിക്കുക. പിന്നെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആധികാരികമായിട്ട് ഞാൻ പറയില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ രീതിയനുസരിച്ചുള്ള ഒരു വിവരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നമസ്കാരം.